ഹായ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഒരു മൊഡ്യൂളിന് മൊഡ്യൂളിന് ഒരു കോമ്പോസിഷൻ സീരീസ് എക്സിസ്റ്റ് ചെയ്യാനുള്ള നെസസറി സഫീഷ്യൻ കണ്ടീഷനാണ്. ആ മൊഡ്യൂൾ അസെൻഡിങ് ചെയിൻ കണ്ടീഷനും ഡിസെൻഡിങ് ചെയിൻ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള മൊഡ്യൂൾസിനെ നമ്മൾ അതായത് കോമ്പോസിഷൻ സീരീസ് എക്സിസ്റ്റ് ചെയ്യുന്ന മൊഡ്യൂൾസ്, അതായത് കോമ്പോസിഷൻ സീരീസ് എക്സിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് എന്താകണം, അപ്പോൾ മൊഡ്യൂളോ ആകണം, ആർട്ടിനിയനോ ആകണം. അങ്ങനെയുള്ള മൊഡ്യൂൾസിന്റെ കോമ്പോസിഷൻ സീരീസിന്റെ കോമ്പോസിഷൻ സീരീസിന്റെ ലെങ്ത്തിനെ നമ്മൾ ലെങ്ത് ഓഫ് എം ആണെന്ന് പറയാം. അതേപോലെ അങ്ങനെയുള്ള മൊഡ്യൂളിന് എ മൊഡ്യൂൾ ഓഫ് ഫൈനൈറ്റ് ലെങ്ത് എന്ന് പറയാം. ഓക്കെ, ഡെഫിനിഷൻ. അപ്പോൾ ജോർദാൻ ഹോൾഡർ തിയറി പ്രകാരം നമുക്ക് എന്ത് പറയാം, ഒരു മൊഡ്യൂള് ഫൈനൈറ്റ് ലെങ്ത് ഉള്ള ഒരു മൊഡ്യൂള് അതിന്റെ രണ്ട് കോമ്പോസിഷൻ സീരീസുകൾ എടുത്താൽ ആ രണ്ട് കോമ്പോസിഷൻ സീരീസിന്റെ ലെങ്ത് എന്തായിരിക്കും? സെയിം തന്നെ ആയിരിക്കും. സോ ആ സീരീസിലെ അഡ്ജസ്റ്റന്റ് ആയിട്ട് വരുന്ന മൊഡ്യൂൾസ്, സബ് മൊഡ്യൂൾസിന്റെ കോഷ്യൻ മൊഡ്യൂൾസ് തമ്മിൽ എന്തുണ്ടാകും? ഒരു 1:1 കറസ്പോണ്ടൻസ് ഉണ്ടാകും. ഇനി ഈ ഫൈനൈറ്റ് ലെങ്ത് ഉള്ള എ മൊഡ്യൂൾസിന്റെ കളക്ഷനിൽ ലെങ്ത് എന്നുള്ള ഫംഗ്ഷൻ അഡിക്റ്റീവ് ഫംഗ്ഷനാണ്, അഡിക്റ്റീവ് ആണ്. ഓക്കെ, അതായത് ദി ലെങ്ത് L of M is an additive function on the class of all A modules of finite length. That is, if 0, M dash, alpha, M, beta, M double dash, 0 എന്നുള്ള ഒരു എക്സാക്ട് സീക്വൻസ് കൺസിഡർ ചെയ്താൽ, എ മൊഡ്യൂൾസിന്റെ ഒരു എക്സാക്ട് സീക്വൻസ് കൺസിഡർ ചെയ്താൽ നമുക്ക് എന്ത് വരണം? ലെങ്ത് ഓഫ് M is equal to ലെങ്ത് ഓഫ് M dash പ്ലസ് ലെങ്ത് ഓഫ് M double dash ആയിട്ട് വർക്ക്. പ്രൂഫ് നോക്കാം. ഈ ഒരു സീക്വൻസ് എക്സാക്ട് ആണെങ്കിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ആൽഫ 1:1 ആയിരിക്കും, ബീറ്റ ഓൺ 2 ആയിരിക്കും, ഇമേജ് ഓഫ് ആൽഫ ഈക്വൽ ടു കേർണൽ ഓഫ് ബീറ്റ ആയിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ നോതേറിയൻ ആർട്ടീനിയൻ ഈ ഒരു കൺസെപ്റ്റ് മൊഡ്യൂൾസ് പറഞ്ഞപ്പോൾ പറഞ്ഞത് എം നോതേറിയൻ ആണെങ്കിൽ എം ഡാഷും എം ഡബിൾ ഡാഷും എന്തായിരിക്കും? നോതേറിയൻ ആയിരിക്കും. നെസസറി സഫീഷ്യൻ കണ്ടീഷൻ ആണ്. എം ഡാഷും എം ഡബിൾ ഡാഷും നോതേറിയൻ ആണെങ്കിൽ എമ്മും നോതേറിയൻ ആയിരിക്കും. ഓക്കെ, അതേപോലെ തന്നെയാണ് ആർട്ടീനിയന്റെ കേസിലുള്ള സ്റ്റേറ്റ്മെന്റ്. എം ആർട്ടീനിയൻ ആകാനുള്ള നെസസറി സഫീഷ്യൻ കണ്ടീഷൻ ആണ് എം ഡാഷും എം ഡബിൾ ഡാഷും ഉണ്ടാകുക ആർട്ടീനിയൻ മോഡലാകുന്നത്. സോ നമുക്ക് കേസ് ബൈ കേസ് ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, സപ്പോസ് ആദ്യത്തെ കേസ് ലെങ്ത് ഓഫ് എം ഫൈനൈറ്റ് ആണ്. ലെങ്ത് ഓഫ് എം ഫൈനൈറ്റ് ആണെങ്കിൽ ലെങ്ത് ഓഫ് എം ഡാഷും ലെങ്ത് ഓഫ് എം ഡബിൾ ഡാഷും ആയിരിക്കും ഫൈനൈറ്റ് തന്നെ ആയിരിക്കും. ഓക്കെ, ഫൈനൈറ്റ് തന്നെ. അതേപോലെ ഏതെങ്കിലും എം ഡാഷിന്റെയോ എമ്മിന്റെയോ ലെങ്ത് ഇൻഫൈനൈറ്റ് ആണെങ്കിൽ നമുക്ക് എന്താ പറയാ, ലെങ്ത് ഓഫ് എം എന്തായിരിക്കും? ഇൻഫൈനൈറ്റ് ആയിരിക്കും. അപ്പോഴും നമുക്ക് അഡിക്റ്റീവ് ആണെന്നുള്ള ഇക്വേഷൻ ഹോൾഡ് ചെയ്യും. ഇനി അടുത്ത കേസ് ലെങ്ത് ഓഫ് എം ഡാഷും ലെങ്ത് ഓഫ് എം ഡബിൾ ഡാഷും ഫൈനൈറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ലെങ്ത് ഓഫ് എം ഇസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് എം ഡാഷ് പ്ലസ് ലെങ്ത് ഓഫ് എം ഡബിൾ ഡാഷ് എന്ന് പ്രൂവ് ചെയ്യണം. സോ ലെങ്ത് ഓഫ് എം ഈക്വൽ ടു കെ ആണ്, എം ഡാഷ് ഈക്വൽ ടു കെ ആണ് കരുതുക, അത് എടുക്കുക. അതേപോലെ ലെങ്ത് ഓഫ് എം ഡബിൾ ഡാഷ് എസ് ആണ്. എം എന്നുള്ള മൊഡ്യൂൾ, എം ഡാഷ് എന്നുള്ള മൊഡ്യൂൾ കൺസിഡർ ചെയ്യുമ്പോൾ അപ്പോൾ അവിടെയുള്ള ഒരു കോമ്പോസിഷൻ സീരീസ് അതിന്റെ ലെങ്ത് കെ. അതേപോലെ എം ഡബിൾ ഡാഷിന്റെ ഒരു കോമ്പോസിഷൻ സീരീസ്, അപ്പോൾ അതിന്റെ ലെങ്ത് എന്തായിരിക്കും? എസ് ആയിരിക്കും. ഇനി നമുക്ക് എമ്മിന്റെ ഒരു കോമ്പോസിഷൻ സീരീസ് കൺസ്ട്രക്ട് ചെയ്തെടുക്കണം. അതിന്റെ ലെങ്ത് എന്താണ്? കെ പ്ലസ് എസ് ആണ്. ഓക്കെ, എം ഈക്വൽ ടു, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ് എം ഈക്വൽ ടു എം നോട്ട്. ബീറ്റ ഓൺ ടു ആയതുകൊണ്ട് എം നോട്ട് എമ്മിന് എം എന്തായിരിക്കും? എം ഡബിൾ ഡാഷിന്റെ ബീറ്റയുള്ള ഇൻവേഴ്സ് ആയിരിക്കും, അതായത് ബീറ്റ ഇൻവേഴ്സ് ഓഫ് എം ഡബിൾ ഡാഷ്. ഈ ഒരു സീക്വൻസ് കൺസിഡർ ചെയ്യുമ്പോൾ എം ഡബിൾ ഡാഷ് എം നോട്ട് ഡബിൾ ഡാഷിന് ഈക്വൽ ആണ്. സോ ബീറ്റ ഇൻവേഴ്സ് ഓഫ് എം നോട്ട് ഡബിൾ ഡാഷ്. അപ്പോൾ ഇനി ഈ ഒരു സീക്വൻസിൽ ബീറ്റ ഇൻവേഴ്സ് അപ്ലൈ ചെയ്താൽ which contains beta inverse of m1 dash
double dash contains etc. contain beta inverse of ms double dash. ms double dash എന്തിന് ഈക്വൽ ആണ്? 0 ക്ക് ഈക്വൽ ആണ്. അതായത് ബീറ്റ ഇൻവേഴ്സ് ഓഫ് 0. ബീറ്റ ഇൻവേഴ്സ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ കേർണൽ ഓഫ് ബീറ്റ ആണ്. കേർണൽ ഓഫ് ബീറ്റ എന്തിന് ഈക്വൽ ആണ്? ഇമേജ് ഓഫ് ആൽഫക്ക് ഈക്വൽ ആണ്. സോ ഇമേജ് ഓഫ് ആൽഫ അവിടെ എത്തി. ആൽഫ എന്തിന് ഈക്വൽ ആണ്? ഇമേജ് ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ ആൽഫ ഓഫ് എം ഡാഷ്. ഇപ്പോൾ ഇവിടെ ആൽഫ അപ്ലൈ ചെയ്തോളൂ. ആൽഫ ഓഫ് എം ഡാഷ്. ആൽഫ ഓഫ് എം ഡാഷ് എന്തിന് ഈക്വൽ ആയിരിക്കും? ആൽഫ ഓഫ് എം നോട്ട് ഡാഷിന് ഈക്വൽ ആയിരിക്കും. വിച്ച് കണ്ടെയ്ൻസ് alpha of m1 dash contains alpha of m2 dash etc. contains alpha of mk dash is equal to 0. Okay. അപ്പോൾ ഈ ഒരു ഇൻക്ലൂഷൻ ഈ ഒരു സീക്വൻസ് എന്തായിരിക്കും? കോമ്പോസിഷൻ സീരീസ്. ഈ ഒരു സീക്വൻസ് കോമ്പോസിഷൻ സീരീസ് ആയിരിക്കും. സോ കാരണം നമുക്ക് ഇനി ഇവിടെ ഒന്നും സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ കഴിയില്ല. ഇവിടെ അതായത് ഇവിടെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് നമ്മളുടെ അസംഷൻ. സപ്പോസ് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നേരെ റിവേഴ്സ് പ്രോസസ് എടുത്താൽ ഇവിടെയൊക്കെ സ്പ്ലിറ്റിംഗ് വരും. ഓക്കെ. സോ ഈ ഒരു ഇതെന്താണ്? ഒരു കോമ്പോസിഷൻ സീരീസ് ആണ്. അതിന്റെ ലെങ്ത് എന്തായിരിക്കും? എത്ര ടേംസ് ഉണ്ട് നോക്കാം. ഇവിടെ ഒരു എസ് ടേംസ്, പിന്നെ നിൽക്കുന്നത് ഇവിടെയാണ്, അവിടെ കെ ടേംസ്, എസ് പ്ലസ് കെ ടേംസ് ഉണ്ടാവും. അതായത് ലെങ്ത് ഓഫ് എം, ഈ ഒരു ഇത് എമ്മിൽ ഒരു കോമ്പോസിഷൻ സീരീസ് ആണ് ലെങ്ത്. അപ്പോൾ ലെങ്ത് ഓഫ് എം എന്തായിരിക്കും? എസ് പ്ലസ് കെ ആയിരിക്കും. കെ പ്ലസ് എസ്, കെ പ്ലസ് എസ് ആയിരിക്കും. അതായത് ലെങ്ത് ഓഫ് എം ഡാഷ് പ്ലസ് ലെങ്ത് ഓഫ് എം ഡബിൾ ഡാഷ്. ഇതാണ് നമ്മുടെ പ്രൂഫ്. ഇനി നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള റിംഗ് ഫീൽഡ് ആണെങ്കിൽ, അതായത് കെ ഫീൽഡ് ആണെങ്കിൽ കെ മൊഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വെക്ടർ സ്പേസസ്. അപ്പോൾ നമ്മളിപ്പോ ഈ പറഞ്ഞ കോമ്പോസിഷൻ സീരീസ് എക്സിസ്റ്റ് ചെയ്യാന്നുള്ള ഈ ഒരു കൺസെപ്റ്റ് വെക്ടർ സ്പേസസുകളിൽ എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഓക്കെ. ഫോർ എ കെ വെക്ടർ സ്പേസ് വി, ദി ഫോളോയിങ് കണ്ടീഷൻസ് ആർ ഇക്വിവലന്റ്. ഓക്കെ. കെ ഒരു ഫീൽഡ് ആണ്, വി ഒരു അപ്പം ഒരു കെ മൊഡ്യൂൾ ആയിരിക്കും. അതായത് വി ഓർ കെ എന്താണ്? വെക്ടർ സ്പേസ് ആണ്. അതായത് വി ഒരു കെ വെക്ടർ സ്പേസ് ആണ്. അവിടെ കോമ്പോസിഷൻ സീരീസ് എക്സിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫൈനൈറ്റ് ലെങ്ത് വിക്ക് ഫൈനൈറ്റ് ലെങ്ത് വരിക എന്ന് പറയുന്നത് എന്തിന് ഇക്വലന്റ് ആണ്? വി ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ് പറയുന്നത്, ഇക്വലന്റ് ആണ്. ഓക്കെ. അപ്പോൾ ഈ 4 സ്റ്റേറ്റ്മെന്റുകൾ എന്താണ്? ഇക്വലന്റ് ആണ് പ്രൊപ്പോസിഷൻ പറയുന്നത്. ഫൈനൈറ്റ് വി ഓർ കെ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആകുക, ലെങ്ത് ഓഫ് വി ഫൈനൈറ്റ് ആകുക, വി അസെൻഡിങ് ചെയിൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുക, ഡിസെൻഡിങ് ചെയിൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതൊക്കെ ഇക്വലന്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ. അതായത് ഫൈനൈറ്റ് വെക്ടർ സ്പേസസിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ആക്ച്വലി ഈ ഫൈനൈറ്റ് ലെങ്ത് വരിക എന്നുള്ളത്. അതിനൊന്ന് മൊഡ്യൂൾസിലേക്ക് ജനറലൈസ് ചെയ്ത് കൊടുത്തതാണ്. ഓക്കെ. പ്രൂഫ് 1 implies 2. Suppose dimension of n v is equal to n. Okay. Then consider a basis of v, e1, e2, etc. en. Now let v naught is equal to span of e1, e2, etc. en. v1 is equal to span of e1, e2, etc. en minus 1. v2 is equal to span of e1, e2, etc. en minus 2. എന്ത് ചെയ്യാം? ആദ്യം ഈ സെറ്റ് വി എന്നെ കൺസിഡർ ചെയ്യുക. ഇത് വിക്ക് ഈക്വൽ ആയിരിക്കും. പിന്നെ ഇ എന്നിനെ ഒഴിവാക്കി കൊടുക്കുക. അതിന് എന്നിട്ട് സ്പാൻ ചെയ്യുക. അതിന് v1. പിന്നെ ഇ എന്നിന് e2ന് ഇ എന്നിന് en മൈനസ് 1 ഒഴിവാക്കുക. എന്നിട്ട് സ്പാൻ ചെയ്യുക. അപ്പോൾ v2. അപ്പോൾ ബൈ കൺസ്ട്രക്ഷൻ നമുക്ക് എന്ത് കിട്ടും? v ഈക്വൽ ടു വി നോട്ട് എടുക്കും. വി നോട്ടിന്റെ അകത്ത് എന്തുണ്ടാകും? v1 ഉണ്ടാകും. കാരണം ഇ എന്നിനെ ഒഴിവാക്കിയിട്ടാണ് സ്പാൻ ചെയ്യുന്നത്. പിന്നെ ഇ എന്നിനെ ഒഴിവാക്കി en മൈനസ് 1 ഒഴിവാക്കിയിട്ടാണ് v2. സോ v2 എന്നതിന്റെ അകത്തുണ്ടാകും, v1ന് അകത്തുണ്ടാകും. സോ നമുക്ക് എന്ത് കിട്ടും? അവസാനം വി എൻ ഈക്വൽ ടു 0 എന്നുള്ള രൂപത്തിൽ ഇങ്ങനൊരു സീരീസ് കൺസിഡർ. ഇതൊരു ഡിക്രീസിങ് സീക്വൻസ് ആണ് അല്ലെ? സ്ട്രിക്ട്ലി ഡിക്രീസിങ് സീക്വൻസ് ആണ്. നമുക്കിനി ഈ ഒരു സീക്വൻസിനെ സ്പ്ലിറ്റ് ചെയ്യാനൊന്നും കഴിയില്ല. സബ് സ്പേസസ് വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ലെങ്ത് ഇൻക്രീസ് ചെയ്യാനും കഴിയില്ല. അതായത് ഇതെന്താണ്? ഒരു കോമ്പോസിഷൻ സീരീസ് ആണ്. അതിന്റെ ലെങ്ത് എന്താണ്? n ആണ്. അതായത് വി എന്നുള്ള വെക്ടർ സ്പേസിന്റെ വി ആസ് എ കെ വെക്ടർ സ്പേസ് അല്ലെങ്കിൽ കെ മൊഡ്യൂൾ എന്താണ്? ഫൈനൈറ്റ് ലെങ്ത് ആണ്. 2 implies 3, 2 implies 4 ഒബ്വിയസ് ആണ് അല്ലെ? ഒബ്വിയസ് ആണ്. സപ്പോസ് വി ഈസ് ഫൈനൈറ്റ്,
ഇസ് എ ഫൈനൈറ്റ് ലെങ്ത്. അങ്ങനെയാണെങ്കിൽ അതെന്ത് ചെയ്യും? അസെൻഡിങ് ചെയിൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും, ഡിസെൻഡിങ് ചെയിൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ 2 ഇംപ്ലൈസ് 3 and 4 ഒബിയസ് ആണ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് 3 implies 1 ഉം 4 implies 1. അതും കൂടെ ചെയ്താൽ നമ്മുടെ തിയറം കംപ്ലീറ്റ് ആയി. പ്രൊപ്പോസിഷൻ കംപ്ലീറ്റ് ആയി. സപ്പോസ് we satisfies ascending chain condition. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് V ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ് ഓവർ K. Assume that V is not a finite dimensional vector space over K. അങ്ങനെയാണെങ്കിൽ Vക്ക് എന്തുണ്ടാകും? ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് ഇൻഫൈനൈറ്റ് സബ്സെറ്റ് എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെയുള്ള ഒരു ഇൻഫൈനൈറ്റ് സബ്സെറ്റ്, ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സബ്സെറ്റ്, ഇൻഫൈനൈറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക, x1 x2 എക്സെട്ര എന്നുള്ള ഒരു സബ്സെറ്റ്. ഓക്കെ, എന്നിട്ട് ഒരു ഇൻക്രീസിങ് ചെയിൻ കൺസ്ട്രക്ട് ചെയ്യണം. അതെന്ത് സാറ്റിസ്ഫൈ ചെയ്ത് അസെൻഡിങ് ചെയിൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത്, അസെൻഡിങ് ചെയിൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാതെക്കണമെങ്കിൽ എന്ത് മതി? ഒരു സ്റ്റേഷനറി ആകാതെ മതി. സോ യു വൺ ആയിട്ട് എന്തിനെ കൺസിഡർ ചെയ്യാം? U1 ആയിട്ട് U0 ആയിട്ട് വിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, U1 ആയിട്ട് U0 ആയിട്ട് സിംഗിൾട്ടൺ 0. ഓക്കെ, സിംഗിൾട്ടൺ 0 കൺസിഡർ ചെയ്യാം. U1 ആയിട്ട് സ്പാൻ ഓഫ് x1, U2 span of x1 and x2, U3 span of x1, x2 and x3. Okay, അങ്ങനെയാണെങ്കിൽ ജനറലി U1 ആയിട്ട് span of x1, x2, etc. xn. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? U0 എവിടെ ഉണ്ടാകും? U1 ന്റെ അകത്തുണ്ടാകും, U1 എന്തിന്റെ അകത്തുണ്ടാകും? U2 ന്റെ അകത്തുണ്ടാകും, U2 എന്തിന്റെ അകത്തുണ്ടാകും? U3 ന്റെ അകത്തുണ്ടാകും. പ്രോപ്പർലി കണ്ടെയ്നിങ് ആയിരിക്കും. മോറോവർ ഇത് ഒരിക്കലും സ്റ്റേഷനറി ആവുന്നില്ല. ഓക്കെ, കാരണം ഈ എലമെന്റ് സെറ്റ് എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റുകളാണ്. ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. നമ്മൾ ഓരോ സ്റ്റേജിലും ഓരോ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വെക്ടേഴ്സിനെ ആഡ് ചെയ്തിട്ട് സ്പാൻ ചെയ്യാണ്. സോ ഇതൊരിക്കലും എന്താവില്ല? സ്റ്റേഷനറി ആവില്ല. അതെന്തിനെ കോൺട്രഡിക്ട് ചെയ്യും? അസെൻഡിങ് ചെയിൻ കണ്ടീഷനെ കോൺട്രഡിക്ട് ചെയ്യും. ഇതേപോലെ സോ വി ഈസ് ഫൈനൈറ്റ് ഡയമെൻഷണൽ. ഓക്കെ, നമ്മുടെ അസംഷൻ ആണ്. ഇതേപോലെ നമുക്ക് ഡിസെൻഡിങ് ചെയിൻ കണ്ടീഷൻ അസ്യൂം ചെയ്തിട്ട് വെക്ടർ സ്പേസ് ഫൈനൈറ്റ് ഡയമെൻഷൻ ആണ് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഫൈനൈറ്റ് ഡയമെൻഷൻ അല്ല എന്ന് അസ്യൂം ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് എക്സിസ്റ്റ് ചെയ്യും? നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീക്ക് ഒരു ഇൻഫൈനൈറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് സബ്സെറ്റ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ആ സബ്സെറ്റ് വെച്ചിട്ട് നമുക്കൊരു ഡിക്രീസിങ് സീക്വൻസ് കൺസ്ട്രക്ട് ചെയ്യണം. അതെന്ത് സാറ്റിസ്ഫൈ ചെയ്ത്? ഡിസെൻഡിങ് ചെയിൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഡിസെൻഡിങ് ചെയിൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാതെ നിൽക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? അത് സ്റ്റേഷനറി അല്ലാന്ന് ആവാത്ത രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തെടുത്താൽ മതി. സോ V0 ആയിട്ട് എന്തിനെ കൺസിഡർ ചെയ്യുക? സ്പാൻ ഓഫ് x1, x2, എക്സെട്ര ഈ മുഴുവൻ സെറ്റ് സ്പാൻ ചെയ്യുന്ന സബ് സ്പേസ്. V1 ആയിട്ട് x1 ഒഴിവാക്കുക, എന്നിട്ട് സ്പാൻ ചെയ്യുക. V2 ആയിട്ട് x1 x2 ഒഴിവാക്കുക, സ്പാൻ ചെയ്യുക. ഓക്കെ, ഇങ്ങനെ കൊടുത്താൽ നമുക്ക് എന്ത് വരും? ഇത് V1 ആയിട്ട് കൊടുക്കുക, ഇത് V2 ആയിട്ട് കൊടുക്കുക, ഇത് V3 ആയിട്ട് കൊടുക്കുക, V0 ആയിട്ട് വിയും കൊടുക്കുക കേട്ടോ. അതാണ് നല്ലത്. കാരണം ഇത് സ്പാൻ ചെയ്യുന്ന ഹോൾ വിനെ സ്പാൻ ചെയ്യുന്ന നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോ V ഈക്വൽ ടു V0. V0ന്റെ അകത്ത് എന്തുണ്ടാകും? V1 സ്പാൻ ചെയ്യും. V1ന്റെ സ്പാൻ ഉണ്ടാകും. അതായത് V1 ഉണ്ടാവും. V1 അല്ല, V1 എന്നുള്ള സെറ്റ് ഉണ്ടാവും. അതായത് x1, x2, എക്സെട്ര എന്നുള്ള ഈ സെറ്റ് സ്പാൻ ചെയ്യുന്നുണ്ടാവും. അതിന്റെ അകത്ത് എന്തുണ്ടാകും? V2 ഉണ്ടാകും. ഓക്കെ, എക്സെട്ര എന്നുള്ള രൂപത്തിൽ. ഇതൊരിക്കലും എന്താവില്ല? സ്റ്റേഷനറി ആവില്ല. കാരണം നമ്മൾ ഓരോ സ്റ്റേജിലും ഓരോ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഓരോ വെക്ടേഴ്സിനെയാണ് ഈ സെറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് സ്പാൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതൊരിക്കലും സ്റ്റേഷനറി ആവില്ല. അത് നമ്മുടെ ഡിസെൻഡിങ് ചെയിൻ കണ്ടീഷന് കോൺട്രഡിക്ഷൻ ആണ്. സോ നമ്മുടെ വെക്ടർ സ്പേസ് എന്താണ്? ഫൈനൈറ്റ് ഡയമെൻഷൻ ആണ്. ഓക്കെ, ഇത്രയാണ് ചെയിൻ കണ്ടീഷൻ എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ക്ലിയർ. ഓക്കെ, താങ്ക് യു.